ഇത് നമ്മൾ +2 ഫിസിക്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്, കറണ്ട് ഇലക്ട്രിസിറ്റി. ആദ്യത്തെ ചാപ്റ്ററിന്റെ കണ്ടിന്യൂവേഷൻ ആണ് 2ാമത്തെ ചാപ്റ്റർ. അപ്പൊ 1ാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ട് അതിന്റെ തുടർച്ചയായിട്ട് വേണം നിങ്ങൾക്ക് 2ാമത്തെ ചാപ്റ്റർ എടുക്കാൻ. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ 3rd ചാപ്റ്റർ നോക്കുന്നത്, കറണ്ട് ഇലക്ട്രിസിറ്റി. നമ്മുടെ +2 ടെക്സ്റ്റിന്റെ പാർട്ട് 1 പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിസം ആണ്. അതായത് ഇലക്ട്രിസിറ്റിയെ കുറിച്ചും പിന്നീട് മാഗ്നറ്റിസത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം, അതാണ് നിങ്ങളുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ്, ഒരു 3-4 ചാപ്റ്റേഴ്സ് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. തുടർന്ന് മാഗ്നറ്റിസത്തിലേക്ക് വരും. പിന്നെ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും തമ്മിലുള്ള കണക്ഷൻ ഒക്കെയാണ് നമുക്ക് ഈ വോള്യത്തിൽ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോ ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്നത്, അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ചാർജസ് എന്നാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ ആക്ച്വലി ഇലക്ട്രിസിറ്റി 2 ടൈപ്പ് ഉണ്ട്. ഇലക്ട്രിസിറ്റിയെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം നമുക്ക്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയും കറണ്ട് ഇലക്ട്രിസിറ്റി. ചാർജസിന്റെ ഇഫക്റ്റ്, ചാർജുകളാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്, വൈദ്യുത ചാർജുകൾ, ഇലക്ട്രിക് ചാർജസ് ആണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ചാർജുകൾ മൂവ് ചെയ്യുമ്പോഴുള്ള കേസ് മാത്രമാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. റെസ്റ്റിലിരിക്കുന്ന ചാർജസും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും, അതിന്റെ പേരാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. മൂവ് ചെയ്യുന്ന, ഫ്ലോ ചെയ്യുന്ന ചാർജസ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും, അതാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. രണ്ടും രണ്ടാണ്. അതായത് റെസ്റ്റിലിരിക്കുന്ന ചാർജിനെ പോലെ അല്ല മൂവ് ചെയ്യുന്ന ചാർജുകൾ. റെസ്റ്റിലിരിക്കുന്ന ചാർജുകൾ ഉണ്ടാക്കുന്ന ടൈപ്പ് ഇലക്ട്രിസിറ്റിയുടെ പേരാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഇലക്ട്രിസിറ്റിയാണ്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. എന്നാൽ മൂവ് ചെയ്യുന്ന ചാർജുകൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ടൈപ്പ് ഇലക്ട്രിസിറ്റിയാണ്, അതിന്റെ പേരാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. അപ്പൊ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രിസിറ്റി ഈസ് ദ ഫ്ലോ ഓഫ് ചാർജസ് എന്നാണ്. പക്ഷെ ഫ്ലോ ഓഫ് ചാർജസ് ഉണ്ടാക്കുന്നത് ഏതാണ്? കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. റെസ്റ്റിലിരിക്കുന്ന ചാർജുകളുടെ ഇലക്ട്രിസിറ്റി ഏതാണ്? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയാണ്. ഫിസിക്സിൽ 2 ബ്രാഞ്ചുകൾ തന്നെ ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക്സും ഇലക്ട്രോ ഡൈനാമിക്സും. എന്താ ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ദ സ്റ്റഡി ഓഫ് ചാർജസ് അറ്റ് റെസ്റ്റ്. റെസ്റ്റിലിരിക്കുന്ന ചാർജുകളെ കുറിച്ചുള്ള സ്റ്റഡി അറിയപ്പെടുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അടുത്ത ബ്രാഞ്ചാണ് ഇലക്ട്രോ ഡൈനാമിക്സ്, ദ സ്റ്റഡി ഓഫ് ചാർജസ് ഇൻ മോഷൻ. മൂവ് ചെയ്യുന്ന ചാർജുകളെ കുറിച്ചും ആൻഡ് ഇറ്റ്സ് ഇഫക്റ്റ്, അതിന്റെ ഇഫക്റ്റുകളെ കുറിച്ചുമുള്ള സ്റ്റഡിയാണ് ഇലക്ട്രോ ഡൈനാമിക്സ്. ആൻഡ് ഇറ്റ്സ് ഇഫക്റ്റ് മീൻസ് മൂവ് ചെയ്യുന്ന ചാർജുകൾക്ക് ഒരുപാട് ഇഫക്റ്റുകൾ ഉണ്ട്. റെസ്റ്റിലിരിക്കുന്ന ചാർജുകളെ പോലെ അല്ല, ഒത്തിരി ഫിനോമിനകൾ ഉണ്ടാക്കുന്നുണ്ട് മൂവിങ് ചാർജ്. അതിനെ കുറിച്ചൊക്കെ ഉള്ള സ്റ്റഡിയാണ് ഇലക്ട്രോ ഡൈനാമിക്സ്. അപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങിയ ആദ്യത്തെ ചാപ്റ്റർ ഏതിൽ വരും? ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വരും, ബിക്കോസ് ചാർജസ് ആർ അറ്റ് റെസ്റ്റ്. നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന കറണ്ട് ഇലക്ട്രിസിറ്റി ഏതിനകത്ത് വരും? ഇലക്ട്രോ ഡൈനാമിക്സിൽ വരും, ബിക്കോസ് ഹിയർ ദ ചാർജസ് ആർ ഇൻ മോഷൻ. Okay, so electricity are of 2 types, static electricity and current electricity. Static electricity കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റിയെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇലക്ട്രോ ഡൈനാമിക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ചാപ്റ്ററിലേക്ക് പോവാണ്. ഫസ്റ്റ്, എന്താണ് ഇലക്ട്രിക് കറണ്ട്? പറഞ്ഞു, ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ്. ഇലക്ട്രിക് ചാർജസിന്റെ ഫ്ലോ അറിയപ്പെടുന്ന പേരാണ് ഇലക്ട്രിക് കറണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്, I. നമ്മൾ സാധാരണ കറണ്ട് എന്ന് പറഞ്ഞ് ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ സിമ്പിൾ പഠിച്ചിട്ടുണ്ട്, കറണ്ട് I എന്ന്. ശരിക്കും ആ കറണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ചാർജസിന്റെ ഫ്ലോ ആണ് ഇലക്ട്രിക് കറണ്ട്, ആ ഫ്ലോയുടെ ഇന്റൻസിറ്റി ആണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഉദാഹരണത്തിന് ചാർജുകളെ സൂചിപ്പിക്കുന്ന അക്ഷരം എല്ലാവർക്കും അറിയാമല്ലോ, Q. ഇലക്ട്രിക് ചാർജസിന്റെ സ്റ്റാൻഡേർഡ് സിമ്പിൾ ആണ് Q. ഇപ്പൊ Q ചാർജ് T ടൈം കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഫ്ലോ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ ഫ്ലോ ചെയ്ത ചാർജ് ആണ് Q, അതിനെടുത്ത സമയമാണ് T എങ്കിൽ അവിടുത്തെ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് വെച്ചാൽ Q/T ആയിരിക്കും. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് Q/T. സോ ഫ്ലോ ചെയ്ത ചാർജ് ഡിവൈഡഡ് ബൈ അതിനെടുത്ത ടൈം, I is equal to Q/T. അതായത് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്, അതിനെയാണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് അറിയപ്പെടുന്നത്. ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ് എന്ന് വെച്ചാൽ ഇപ്പൊ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ചാർജ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അപ്പോ ചാർജ് ഫ്ലോയുടെ റേറ്റ് ഹൈ ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാം കറണ്ട് കൂടുതലാണ്. കറണ്ട് കൂടുതലാണെന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം കൊണ്ട് കൂടുതൽ ചാർജ് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇനി ഒരുപാട് സമയം കൊണ്ട് കുറച്ച് ചാർജസേ ഫ്ലോ ചെയ്യുന്നുള്ളെങ്കിൽ നമുക്ക് പറയാം അവിടുത്തെ കറണ്ടിന്റെ ഇന്റൻസിറ്റി കുറവാണ്.
അപ്പൊ കറണ്ട് ഐ എന്ന് പറഞ്ഞാൽ ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ് ആണ്. അതായത് ഫ്ലോ ചെയ്ത ചാർജ് ഡിവൈഡഡ് ബൈ അതിനെടുത്ത ടൈം. പക്ഷേ ഒരു സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഐ ഇക്വൽ ടു ക്യൂ ബൈ ടി എന്ന് പറയാൻ പറ്റൂ. സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫ്ലോ ചെയ്യുന്ന ചാർജും അതിനെടുക്കുന്ന ടൈമും ഒരേ റേറ്റിൽ തന്നെ ഒരേപോലെ നിൽക്കുകയാണെങ്കിൽ ഐ ഇക്വൽ ടു ക്യൂ ബൈ ടി. പക്ഷെ അൺസ്റ്റഡി ഫ്ലോ ഉണ്ട്. അൺസ്റ്റഡി ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോ ചെയ്യുന്ന ചാർജിന്റെ എമൗണ്ട് ഒക്കെ എപ്പോഴും വേണമെങ്കിലും എന്ത് ചെയ്യാം, വേരി ചെയ്യാം. അപ്പൊ നമുക്ക് അവിടെ കറണ്ടിന്റെ വാല്യൂ ഓരോ ഇൻസ്റ്റന്റിലും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റൂ, ഐ ഇക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി എന്ന് എഴുതാനേ പറ്റൂ. ഓക്കെ, അപ്പൊ കറണ്ട് എന്ന് പറഞ്ഞാൽ ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്, ഐ മീൻ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്. അതായത് ഫ്ലോ ചെയ്ത ചാർജ് ഡിവൈഡഡ് ബൈ അതിനെടുത്ത ടൈം. ഒരു സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ ഐ ഇസ് ഈക്വൽ ടു സിമ്പിൾ ആയിട്ട് ക്യൂ ചാർജ് ബൈ ടൈം. സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ. ഒരു അൺസ്റ്റഡി ഫ്ലോ ആണെങ്കിൽ അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഇൻസ്റ്റന്റിലെ കറണ്ട് ഒരു സ്മാൾ ചാർജ് ഡി ക്യൂ ഡിവൈഡഡ് ബൈ അത് ഫ്ലോ ആയെടുത്ത ടൈം ഡി ടി. ഇൻസ്റ്റന്റേനിയസ് കറണ്ട് മുമ്പ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ. സോ ഐ ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി ഇഫ് ദ കറണ്ട് ഈസ് അൺസ്റ്റഡി. ഓക്കെ, അപ്പൊ ചാർജിന്റെ യൂണിറ്റ് എല്ലാവർക്കും അറിയാം കൂളം, ടൈമിന്റെ യൂണിറ്റ് എല്ലാവർക്കും അറിയാം സെക്കൻഡ്. അപ്പൊ കൂളം പെർ സെക്കൻഡ് ആയിരിക്കും ഐയുടെ യൂണിറ്റ്. ഈ കൂളം പെർ സെക്കൻഡ് നമുക്കെല്ലാം ഫെമിലിയർ ആയ ഒരു യൂണിറ്റ് ആണ്. കൂളം പെർ സെക്കൻഡ് ഈസ് ആംബിയർ. അപ്പൊ ഇലക്ട്രിക് കറണ്ടിന്റെ SI യൂണിറ്റ് ആണ് ആംബിയർ. ഓക്കെ, അപ്പൊ ആംബിയർ മീൻസ് കൂളം പെർ സെക്കൻഡ് ആണ്. സോ ഇതാണ് ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പൊ നമ്മൾ ഇലക്ട്രിക് കറണ്ട് ഐ എന്താന്ന് മനസ്സിലാക്കി. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ഐ ഇസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ്. ക്യൂ എന്ന് പറഞ്ഞാൽ ചാർജ്, അത് ഫ്ലോ ചെയ്യുന്നതിന്റെ റേറ്റിനെയാണ് ഇന്റൻസിറ്റി ഓഫ് കറണ്ട് എന്ന് അറിയപ്പെടുന്നത്. സ്റ്റഡി ഫ്ലോ ആണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ക്യൂ ബൈ ടി മതി. ഫ്ലോ ചെയ്ത ചാർജ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. അൺസ്റ്റഡി ഫ്ലോ ആകുമ്പോഴത്തേക്കും നമുക്ക് അതൊരു ആവറേജ് കണക്കായിട്ടേ പറയാൻ പറ്റുള്ളൂ. സോ ഫോർ ആൻ അൺസ്റ്റഡി ഫ്ലോ ഐ ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി. കറണ്ടിന്റെ SI യൂണിറ്റ് ആണ് ആംബിയർ. ക്യാപിറ്റൽ എ ആണ് അതിന്റെ സിമ്പിൾ. ഇനി നമുക്ക് ഒരു ആംബിയർ എന്താണെന്ന് നോക്കാം. ഡിഫൈൻ ആംബിയർ. ഇഫ് 1 കൂളം ഓഫ് ചാർജ്, so we know that current is equal to Q by T. If 1 coulomb charge flows through any cross section of a conductor, ഒരു കണ്ടക്ടർ കൂടെയാണല്ലോ ചാർജസ് ഫ്ലോ ചെയ്യുന്നത്. ഒരു കണ്ടക്ടറിന്റെ ഒരു ക്രോസ് സെക്ഷനിലൂടെ 1 കൂളം ചാർജ് പാസ് ചെയ്തു ഇൻ 1 സെക്കൻഡ്. 1 കൂളം ചാർജ് 1 സെക്കൻഡിൽ പാസ് ചെയ്തു. ദെൻ അവിടുത്തെ ഇന്റൻസിറ്റി ഓഫ് കറണ്ട് എത്രയായിരിക്കും? Q 1 കൂളം ബൈ ടൈം ടേക്കൺ 1 സെക്കൻഡ് is equal to 1 ampere. Coulomb per second is, or charge by time എടുക്കുമ്പോഴല്ലേ കറണ്ട് കിട്ടുന്നത്, അതിന്റെ യൂണിറ്റ് ആണ് ആംബിയർ. So what is 1 ampere? 1 ampere is that current which flows at the rate of 1 coulomb per second. 1 coulomb charge per second എന്ന കണക്കിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ പേരാണ് 1 ampere. ഒന്നുകൂടി, ഒരു കണ്ടക്ടറിന്റെ ഒരു ക്രോസ് സെക്ഷനിലൂടെ 1 സെക്കൻഡ് കൊണ്ട് 1 കൂളം ചാർജ് ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ ആ കണ്ടക്ടറിലൂടെ പോകുന്ന കറണ്ട് എത്രയായിരിക്കും? 1 ആംബിയർ ആയിരിക്കും. അപ്പൊ ആംബിയറിനെയൊക്കെ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാം ഷോർട്ട് ആൻസർ ആയിട്ട്. ഡിഫൈൻ ആൻ ആംബിയർ. ആംബിയർ ഈസ് ദ കറണ്ട് വിച്ച് ഫ്ലോസ് അറ്റ് ദ റേറ്റ് ഓഫ് 1 കൂളം പെർ സെക്കൻഡ്. ഇനി ഇലക്ട്രിക് കറണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന അടുത്ത ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് കറണ്ട് ഡെൻസിറ്റി. ചെറിയ ക്ലാസ്സിലൊന്നും നമ്മൾ കേട്ടിട്ടില്ല, പുതിയൊരു കോൺസെപ്റ്റ് ആണ് കറണ്ട് ഡെൻസിറ്റി, J. എന്താണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി കറണ്ട് പാസിംഗ് നോർമലി ത്രൂ യൂണിറ്റ് ഏരിയ. കറണ്ട് ബൈ ഏരിയ എന്ന് മനസ്സിലാക്കിയാൽ മതി. കറണ്ട് പാസ്, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു കണ്ടക്ടർ, ഇതൊരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിന്റെ ഒരു ഏരിയയാണ്, ഈ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് ഇത്. ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ ക്രോസ് സെക്ഷണൽ ഏരിയ വരുന്നത്. ഈ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ചാർജ്, പാസ് ചെയ്ത ചാർജസ് പാസ് ചെയ്യുന്നതിനാണ് കറണ്ട് എന്ന് പറയുന്നത്. പാസ് ചെയ്ത ചാർജ് ബൈ അതിനെടുത്ത ടൈമാണ് കറണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ കറണ്ട് ഡിവൈഡഡ് ബൈ ഈ ഏരിയ, കറണ്ട് പാസിംഗ് നോർമലി മീൻസ് പെർപെൻഡിക്കുലർ ആയിട്ട്, ഒരു ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്ത കറണ്ട് ബൈ ആ ഏരിയ, അതിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് ഡെൻസിറ്റി, J.
So what is current density? The current passing normally through unit area. That is called current density. അപ്പൊ യൂണിറ്റ് എന്തായിരിക്കും? കറണ്ടിന്റെ യൂണിറ്റ് നമ്മളിപ്പോ പഠിച്ചു ആംബിയർ ഡിവൈഡഡ് ബൈ ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. സോ യൂണിറ്റ് ഓഫ് കറന്റ് ഡെൻസിറ്റി ഈസ് ആംബിയർ പെർ മീറ്റർ സ്ക്വയർ. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന കാര്യം, ഇലക്ട്രിക് കറണ്ട് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ഇലക്ട്രിക് കറണ്ട് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ കറണ്ട് ഡെൻസിറ്റിയെ വെക്റ്റർ ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കറണ്ട് ഡെൻസിറ്റി ഇസ് എ വെക്റ്റർ. അത് എന്തുകൊണ്ടെന്ന് ഞാൻ ചാപ്റ്ററിന്റെ മുമ്പോട്ടുള്ള പോർഷനിൽ പറഞ്ഞുതരും. കറണ്ട് ഡെൻസിറ്റി ഒരു വെക്റ്റർ ആണെന്ന് ഓർക്കുക. കറണ്ട് ഡെൻസിറ്റി ഇസ് എ വെക്റ്റർ. കറണ്ട് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് പുതിയ കോൺസെപ്റ്റ്, കറണ്ട് ഡെൻസിറ്റി. മനസ്സിലാക്കിയിരിക്കുക. കറണ്ട് പാസിംഗ് നോർമലി ത്രൂ യൂണിറ്റ് ഏരിയ. ഒരു ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്ന കറണ്ട് പെർ ഏരിയ വിളിക്കുന്ന പേരാണ് കറണ്ട് ഡെൻസിറ്റി. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യുക. കറണ്ട് ഡെൻസിറ്റി J, the current passing normally through unit area. It is a vector quantity and equation J is equal to I by A. അതോടൊപ്പം തന്നെ യൂണിറ്റ് കൂടി. യൂണിറ്റ് എന്താ പറഞ്ഞേ? ആംബിയർ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇലക്ട്രിക് കറണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് ഓംസ് ലോ. കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ഒരു ഇമ്പോർട്ടന്റ് ലോ ആണ് ഓംസ് ലോ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലോവർ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഓംസ് ലോ. എന്താണ് ഓംസ് ലോ എന്ന് വെച്ചാൽ, ഇതൊരു സർക്യൂട്ട് ആണ്, ഇലക്ട്രിക് സർക്യൂട്ട്. അതിനകത്തൊരു ബൾബ്, ഇതൊരു ബൾബിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു സെല്ല്, അതിനകത്ത് വോൾട്ടേജ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ്, ഇത് കീ ആണ്, കീ സ്വിച്ച്. ഈ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടത്തെ കറണ്ടിന്റെ ഫ്ലോ നടക്കും, ഈ ബൾബ് കത്തും. ഒരു ഇലക്ട്രിക് കറണ്ടാണ്, സോറി സർക്യൂട്ടാണ്. അപ്പോൾ എന്താണ് വോൾട്ടേജ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ വർഷം സെക്കൻഡ് ചാപ്റ്ററിൽ, രണ്ടാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക. ചാർജസ് മൂവ് ചെയ്യുന്നതാണല്ലോ കറണ്ട് എന്ന് പറയുന്നത്. ഈ ചാർജസിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ വർക്ക് ചെയ്യണം, വർക്ക്. ആ വർക്ക് ചെയ്യുന്നത് ആരാണ്? ഈ സെല്ലാണ്. ആ സെൽ ചെയ്യുന്ന വർക്ക് ബൈ മൂവ് ചെയ്ത ചാർജ്. ഒരു ചാർജിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് മൂവ് ചെയ്യാൻ വർക്ക് നടക്കണം. ആ വർക്ക് ബൈ മൂവ് ചെയ്ത ചാർജ് ആണ് ആ പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വർക്ക് പെർ ചാർജ്, ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് നമ്മൾ പറയുന്ന സാധനമാണ്. അപ്പൊ അത് ഓർമ്മിക്കുക. വോൾട്ടേജ് എന്നൊരു സംഭവം ഉണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ വോൾട്ടേജ് കൊടുത്താലേ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്താലേ എന്ത് ഫ്ലോ ചെയ്യുള്ളൂ? കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. ഓംസ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഇലക്ട്രിക് കറന്റ്. ഓക്കെ, അതായത് കൂടുതൽ വോൾട്ടേജ് കൊടുത്താൽ കൂടുതൽ കറണ്ട് കിട്ടും. വോൾട്ടേജ് കുറവാണെങ്കിൽ കറണ്ടും കുറവായിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് കറണ്ട്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്, ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരിക്കണം. അപ്പൊ നമുക്ക് പറയാം, at a constant temperature, the potential difference between the two ends of a conductor is directly proportional to current flowing through it. So, V proportional to I. അപ്പൊ ഇവിടെ പ്രൊപ്പോർഷണൽ മാറ്റാനായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന കോൺസ്റ്റന്റ് ആരാണ്? R എന്ന് പറയും. Where R is a constant called resistance of the conductor. റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ എന്നൊരു പ്രോപ്പർട്ടി. കണ്ടക്ടർ, ഈ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്ന കണ്ടക്ടറിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്, അതിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടിയാണ്, അതിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ്. എന്താണ് റെസിസ്റ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കറണ്ട് ഫ്ലോക്ക് ഓഫർ ചെയ്യുന്ന ഒപ്പോസിഷൻ ആണ്. ഈ കണ്ടക്ടർ കറണ്ട് ഫ്ലോക്ക് ഓഫർ ചെയ്യുന്ന ഒപ്പോസിഷനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ്. അപ്പോൾ R ഈസ് ഈക്വൽ ടു V ബൈ I എന്ന് പറയാം. അപ്പൊ റെസിസ്റ്റൻസ് കൂടുതലുള്ള ഓരോ കണ്ടക്ടറിനെ സംബന്ധിച്ച് അതിന്റെ റെസിസ്റ്റൻസ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതെ, പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ് ആയിട്ടല്ലേ റെസിസ്റ്റൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓരോ കണ്ടക്ടറിനെ സംബന്ധിച്ച് അതിന്റെ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ റെസിസ്റ്റൻസ് കൂടിയ കണ്ടക്ടറിൽ കറണ്ടിന്റെ എമൗണ്ട് എന്തായിരിക്കും? കുറവായിരിക്കും. ഇപ്പൊ നമ്മൾ 10 വോൾട്ട് കൊടുത്തു. ഇപ്പൊ കോപ്പർ ഒരു എക്സാമ്പിൾ ആണ്. കോപ്പർ റെസിസ്റ്റൻസ് കുറഞ്ഞ മെറ്റലാണ്. അപ്പൊ കോപ്പറിന്റെ റെസിസ്റ്റൻസ് കുറവാകുമ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് പറയാം I ഈസ് ഈക്വൽ ടു എന്താണ്? V ബൈ R എന്നും പറയാം. അപ്പൊ കോപ്പറിന്റെ റെസിസ്റ്റൻസ് കുറവാണ്, അതുകൊണ്ട് ഒരു വോൾട്ടേജ് കൊടുത്താൽ ചെറിയ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് കൂടുതൽ എന്ത് കിട്ടും? കറണ്ട് കിട്ടും.
വേറൊരു മെറ്റൽ നമ്മൾ എടുക്കുകയാണ്, ഹൈ റെസിസ്റ്റൻസ് ഉള്ള ഒരു ബോഡി നമ്മൾ കൺസിഡർ ചെയ്താൽ വോൾട്ടേജ് കൂടുമ്പോൾ എത്ര കൊടുത്താലും റെസിസ്റ്റൻസ് ഹൈ ആണെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കറണ്ട് കുറവായിരിക്കും. അപ്പോൾ കറണ്ടിന് ഓഫർ ചെയ്യുന്ന ഒപ്പോസിഷൻ അറിയപ്പെടുന്ന പേരാണ് റെസിസ്റ്റൻസ്. ഓക്കെ, പുതിയൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കൂടി നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ വീണ്ടും ഒന്നേന്ന് അത് പഠിക്കുകയാണ്. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു കണ്ടക്ടറിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് ഡിവൈഡഡ് ബൈ അതിൽ കൂടി ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട്. ആ റേഷ്യോ അറിയപ്പെടുന്ന പേരാണ് റെസിസ്റ്റൻസ്. ഒരു കണ്ടക്ടറിനെ സംബന്ധിച്ച് അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഒരു കണ്ടക്ടറിൽ കൂടെ പോകുന്ന ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ എന്ന് പറയുന്നത് അതിൽ അപ്ലൈ ചെയ്ത വോൾട്ടേജ് ബൈ അതിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, റെസിസ്റ്റൻസ് കൂടിയ കണ്ടക്ടേഴ്സിൽ കറണ്ട് ഫ്ലോ കുറവായിരിക്കും. റെസിസ്റ്റൻസ് കുറഞ്ഞ കണ്ടക്ടേഴ്സിൽ കറണ്ടിന്റെ ഫ്ലോ കൂടുതലുമായിരിക്കും. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം. ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഓം. അതിന്റെ സിമ്പൽ ഇതാണ്. ഒരു റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണെന്ന് നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓം എന്ന യൂണിറ്റിലാണ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അതിന്റെ സിമ്പൽ ഇതാണ്. അപ്പൊ ഇതാണ് ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്. അതെല്ലാവരും നോട്ട് ചെയ്യണം. ഓംസ് ലോ എന്താണ്? അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്ലൈഡ് ടു എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. അല്ലെ, ഒരു കണ്ടക്ടറിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ, വി പ്രൊപ്പോർഷണൽ ടു ഐ ഇൻറ്റു ആർ. ആർ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി. റെസിസ്റ്റൻസ്, അതൊരു പുതിയ ഫിസിക്കൽ ക്വാണ്ടിറ്റി. റെസിസ്റ്റൻസ് ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ. അതിന്റെ യൂണിറ്റ് ഓം. അതിന്റെ സിമ്പൽ ഇതാണ്. ഓക്കെ, ഇനി ഒരു ഓം എന്താണ്? ഓരോ യൂണിറ്റും പഠിക്കുമ്പോൾ അത് ഡിഫൈൻ ചെയ്യണം. അപ്പൊ ആംബിയർ നമ്മൾ പഠിച്ചപ്പോൾ ഒരു ആംബിയർ എന്താന്ന് പറഞ്ഞു. അതുപോലെ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം. അപ്പൊ ഒരു ഓം എന്താണ്? വാട്ട് യു മീൻ ബൈ 1 ഓം റെസിസ്റ്റൻസ്? ഇത്രേ ഉള്ളൂ. റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് വി ബൈ ഐ ആയിരിക്കുമല്ലോ. നിങ്ങൾ ഒരു കണ്ടക്ടറിൽ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു. നിങ്ങൾ കണ്ടക്ടർ കൊടുത്ത വോൾട്ടേജ് 1. അതിന്റെ ഫലമായിട്ട് അതിലുണ്ടായ കറണ്ട് 1 ആംബിയർ. അപ്പൊ വോൾട്ടേജ് 1 വോൾട്ട്, കറണ്ട് 1 ആംബിയർ. അപ്പൊ എന്തായിരിക്കും റെസിസ്റ്റൻസ്? വോൾട്ടേജ് ബൈ കറണ്ട് അല്ലേ? 1 by 1 is equal to 1 ohm എന്ന് കിട്ടും. So what is 1 ohm resistance? If a potential difference of 1 volt applied across a conductor produce a current of 1 ampere, then the resistance of that conductor is said to be 1 ohm. അതായത് ഒരു കണ്ടക്ടറിൽ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുമ്പോൾ 1 ആംബിയർ കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് 1 ഓം ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഒന്ന് ഓർത്തിരിക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ് ഓംസ് ലോ എന്ന് പറയുന്നത്. Now, factors affecting resistance. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ് നമ്മൾ പറഞ്ഞു. എങ്കിൽ പോലും അത് ചില ഫാക്ടേഴ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് അതിന്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ അല്ലെങ്കിൽ അതിന്റെ തിക്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. ആ കണ്ടക്ടർ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ഫൈനലി ടെമ്പറേച്ചർ. ഈ 4 ഫാക്ടേഴ്സിനെയാണ് ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് ഒരു വലിയ ടോപ്പിക്കാണ്. നമുക്ക് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. അതായത് ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിനനുസരിച്ച് വേരി ചെയ്യും. ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഓംസ് ലോയിൽ ആ കണ്ടീഷൻ പറഞ്ഞത് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോൾട്ടേജ് ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്. എങ്കിൽ അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരുന്നാൽ മാത്രം നമ്മൾ ഓംസ് ലോ എഴുതുമ്പോൾ വി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് എടുത്തിട്ട് വി ഈസ് ഇക്വൽ ടു ഐ ആർ എന്ന് എടുത്തു. എന്നിട്ട് പറഞ്ഞു ആർ ഈസ് എ കോൺസ്റ്റന്റ് എന്ന്. പക്ഷെ ആർ കോൺസ്റ്റന്റ് ആവണമെങ്കിൽ ആരും കോൺസ്റ്റന്റ് ആയിരിക്കണം, ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിരിക്കണം. ടെമ്പറേച്ചർ വേരി ചെയ്താൽ ആർ വേരി ചെയ്യും. അപ്പോ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആർ ഒരു കോൺസ്റ്റന്റ് ആകണമെങ്കിൽ ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഓംസ് ലോയുടെ കണ്ടീഷൻ പറഞ്ഞത് വി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ ഈ 4 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതില് നമുക്കിനി ഇത് രണ്ടും നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഈ 2 ഫാക്ടേഴ്സിന്റെ എഫക്ട് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. ഈ 2 ഫാക്ടേഴ്സ് ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എങ്ങനെ നോക്കാം. ഒന്നുമില്ല, ഒരു കണ്ടക്ടറിന്റെ ലെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അതിന്റെ റെസിസ്റ്റൻസ്. ലെങ്ത് കൂടിയ കണ്ടക്ടറിന് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ലെങ്ത് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത്. അതുപോലെ കണ്ടക്ടറിന്റെ തിക്നെസ് അല്ലെങ്കിൽ ഏരിയ, ഇതൊരു
കനം കുറഞ്ഞ കണ്ടക്ടറാണ്, ഇത് കനം കൂടിയ കണ്ടക്ടറാണ്. തിക്നെസ് ഇതാണ് ഏരിയ, ഇതാണ് എന്റെ ഏരിയ എന്ന് പറയുന്നത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇപ്പൊ രണ്ട് ഫാക്ടേഴ്സ്, റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഏരിയ. നീളം കൂടിയ കണ്ടക്ടറുകൾക്ക് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, തിക്നെസ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടുന്തോറും റെസിസ്റ്റൻസ് കുറയും. ഇത് രണ്ടുകൂടി ക്ലബ് ചെയ്താൽ we can write R is proportional to L by A. Resistance of a conductor is proportional to L by A. അവിടെ നമ്മൾ പുതിയൊരു ക്വാണ്ടിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. R is equal to ഒരു കോൺസ്റ്റന്റ് അവിടെ വരണം അല്ലെ, ആ കോൺസ്റ്റന്റ് റോ L by A എന്ന് എഴുതാം. റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ R is equal to റോ L by A. R കണ്ടക്ടർ റെസിസ്റ്റൻസ്, L length of the conductor, A area of cross section. Then rho is a constant for a material or a conductor called its resistivity. അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഇപ്പൊ ഇലക്ട്രിക് കറണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറെ പുതിയ ക്വാണ്ടിറ്റീസ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആദ്യം നമ്മൾ കറണ്ട് എന്താന്ന് പറഞ്ഞു, കറണ്ട് ഡെൻസിറ്റി എന്താന്ന് പറഞ്ഞു, കറണ്ടിനെ ആയിട്ട് ബന്ധപ്പെട്ട ഓംസ് ലോ എന്താന്ന് പറഞ്ഞു. ഓംസ് ലോ പറഞ്ഞപ്പോഴാണ് വോൾട്ടേജ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്, അവിടുത്തെ ക്വാണ്ടിറ്റി ആണ്, കോൺസ്റ്റന്റ് ആണ് റെസിസ്റ്റൻസ്. ഇനി ഈ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 2 ഫാക്ടേഴ്സ് അടുത്ത സെഷനിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെസിസ്റ്റൻസിനെ അഫക്ട് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആണ് ലെങ്തും ഏരിയയും കണ്ടക്ടറിന്റെ. അത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. സോ ആർ പ്രൊപ്പോർഷണൽ ടു L by A. അവിടെ നമ്മൾ ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ കോൺസ്റ്റന്റിന്റെ പേരാണ് റെസിസ്റ്റിവിറ്റി. സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വാണ്ടിറ്റിയാണ് റെസിസ്റ്റിവിറ്റി. സോ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L by A. റോയുടെ പേരെന്താണ്? റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയും. ആദ്യം നമുക്ക് അതിനെ ഒരു യൂണിറ്റ് ഡിഫൈൻ ചെയ്യാം. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ് നമ്മൾ പറഞ്ഞു. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ, ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ. അപ്പൊ ഒരു മീറ്ററും കട്ടാവും. ബാലൻസ് ആണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്. സോ റെസിസ്റ്റിവിറ്റി എന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണ് ഓം മീറ്റർ. ഓം മീറ്ററിലാണ് റെസിസ്റ്റിവിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി ഇതിനൊരു ഡെഫിനേഷൻ കൊടുക്കുക. എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് വെച്ചാൽ നോക്കാം. സോ ഈ ഇക്വേഷനിൽ ഒരു കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 എന്ന് എടുക്കുക, ലെങ്തും 1 മീറ്റർ സ്ക്വയർ 1 മീറ്റർ. അപ്പൊ ഏരിയയുടെ വാല്യൂ 1, ലെങ്തിന്റെ വാല്യൂ 1. അപ്പൊ റോയുടെ വാല്യൂ എന്തായിരിക്കും? 6 കിട്ടത്തില്ലേ, കാരണം എയും എല്ലും 1 ആണെങ്കിൽ റോ ഇസ് ഈക്വൽ ടു R. സോ ഐ ക്യാൻ ഡിഫൈൻ റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ. അതായത് ഒരു കണ്ടക്ടറിന്റെ യൂണിറ്റ് ലെങ്തിലും യൂണിറ്റ് ഏരിയയിലും വരുന്ന റെസിസ്റ്റൻസ് ആണ് അതിന്റെ റെസിസ്റ്റിവിറ്റി. എന്ന് വെച്ചാൽ ഒരു കണ്ടക്ടറിന്റെ ഓരോ പോയിന്റിലും അനുഭവപ്പെടുന്ന റെസിസ്റ്റൻസ്, അതാണ് അതിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ എന്ത് പേരിലൂടെ വിളിക്കുന്നത്? സ്പെസിഫിക് റെസിസ്റ്റൻസ്. വൺസ് അഗൈൻ നോട്ട് ചെയ്യേണ്ട ഡെഫിനേഷൻ ആണ്, റെസിസ്റ്റിവിറ്റി ഈസ് ദി റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ. ഒരു കാര്യം കൂടി, ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി അതിന്റെ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നാൽ, ഇപ്പൊ 1 മീറ്റർ നീളമുള്ള കോപ്പർ വയറിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കത്തില്ല 2 മീറ്റർ നീളമുള്ള കോപ്പർ വയർ. കോപ്പറിന്റെ തന്നെ റെസിസ്റ്റൻസ് ഡിഫറെന്റ് ആണ്, കാരണം ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലെ. 1 മീറ്റർ നീളമുള്ള കോപ്പറിന്റെ റെസിസ്റ്റൻസ് അല്ല 2 മീറ്റർ നീളമുള്ള കോപ്പർ. പക്ഷെ ഇതിന്റെ രണ്ടിന്റെയും റെസിസ്റ്റിവിറ്റി സെയിം ആയിരിക്കും. കോപ്പർ എന്ന മെറ്റീരിയലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ റെസിസ്റ്റിവിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പൊ സിൽവർ, അതിന്റെ റെസിസ്റ്റിവിറ്റി കോൺസ്റ്റന്റ് ആണ്. ഗോൾഡ്, അതിന് അതിൻ്റെതായ റെസിസ്റ്റിവിറ്റി ഉണ്ട്. അപ്പൊ ഓരോ മെറ്റീരിയലിനും അതിന്റെ റെസിസ്റ്റിവിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദാറ്റ് മെറ്റീരിയൽ. ഇപ്പൊ 1 മീറ്റർ നീളമുള്ള കോപ്പറിനായാലും 2 മീറ്റർ നീളമുള്ള കോപ്പറിനായാലും കോപ്പർ ആണല്ലോ മെറ്റീരിയൽ, അപ്പൊ അതിന്റെ റെസിസ്റ്റിവിറ്റി ഫിക്സഡ് ആയിരിക്കും. റെസിസ്റ്റൻസിന്റെ വാല്യൂ ചേഞ്ച് ആവും, കാരണം റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കണ്ടക്ടറിന്റെ ലെങ്തും ഏരിയ ഒക്കെ നോക്കേണ്ടി വരും. സോ resistance depends on length and area, but resistivity is a constant for a material. Its value changes from material to material only. Okay ആണല്ലോ. അപ്പൊ അതാണ് ഓർത്തിരിക്കേണ്ടത്. റെസിസ്റ്റിവിറ്റി ഈസ് ആൾവേസ് എ കോൺസ്റ്റന്റ് ഫോർ എ മെറ്റീരിയൽ. സിൽവറിന്റെ
റെസിസ്റ്റിവിറ്റി എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. കോപ്പറിന്റെ റെസിസ്റ്റിവിറ്റി വേറൊരു വാല്യൂ ആയിരിക്കും. ഓരോ മെറ്റീരിയലിനും അതിൻ്റെതായ ഒരു റെസിസ്റ്റിവിറ്റി ഉണ്ട്. അപ്പൊ റെസിസ്റ്റിവിറ്റി എന്താണ്, അതിന്റെ യൂണിറ്റ്, അതിന്റെ ഡെഫിനിഷൻ, ഇത്രയും നോക്കാം നമ്മൾ. അപ്പൊ ഇതാണ് റെസിസ്റ്റിവിറ്റിയുടെ ഡെഫിനിഷൻ. റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് ദ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ. ലെങ്തും ഏരിയയും ആക്കുമ്പോൾ കിട്ടുന്ന റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റിവിറ്റി. ഇനി ഇതൊരു 2 ഫിസിക്കൽ ക്വാണ്ടിറ്റി കൂടെ നമ്മളൊന്ന് പരിചയപ്പെടുന്നു. അപ്പൊ റെസിസ്റ്റൻസ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. റെസിസ്റ്റൻസ് എന്നൊരു ക്വാണ്ടിറ്റി ഉണ്ട്. അത് കണ്ടക്ടർ കറണ്ടിന് ഓഫർ ചെയ്യുന്ന ഒപ്പോസിഷൻ ആണ്. അതിന്റെ യൂണിറ്റ് ആണ് ഓം. അതെങ്ങനെ വന്നെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ഈസ് കോൾഡ് കണ്ടക്ടൻസ്. അതായത് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ കറണ്ടിനെ തടയാനുള്ള പ്രോപ്പർട്ടിയാണ്. കണ്ടക്ടൻസ് എന്ന് വെച്ചാൽ കറണ്ടിനെ കണ്ടക്ട് ചെയ്യാനുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പൊ റെസിസ്റ്റൻസ് കൂടുന്ന ഒരു വസ്തുവിന് കണ്ടക്ടൻസ് കുറവായിരിക്കും, തിരിച്ചു. അപ്പൊ റെസിസ്റ്റൻസ് കുറഞ്ഞ ഒരു വസ്തുവിനായിരിക്കും കണ്ടക്ടൻസ് കൂടുതൽ. അപ്പൊ എക്സാമ്പിൾ നമ്മൾ എപ്പോഴും പറയാം, സിൽവറിനെ സംബന്ധിച്ച് റെസിസ്റ്റൻസ് വളരെ കുറവാണ്. എന്ന് വെച്ചാൽ കറണ്ടിനെ നല്ല രീതിയിൽ കടത്തിവിടുന്ന ഒരു മെറ്റീരിയലാണ്. കണ്ടക്ടൻസ് വളരെ ഹൈ ആണ്. അപ്പൊ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ഈസ് കോൾഡ് കണ്ടക്ടൻസ്. ഓക്കെ, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണല്ലോ. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ കണ്ടക്ടൻസിന്റെ യൂണിറ്റ് അതാണ് ഓം റൈസ് ടു -1. ഓം റൈസ് ടു -1നെ നമ്മൾ ഇങ്ങനെ വായിക്കും, മോ. ഓം തിരിച്ചിട്ടാൽ OHM തിരിച്ചിട്ട് മോയാണ് കണ്ടക്ടൻസിന്റെ യൂണിറ്റ്. വേറൊരു യൂണിറ്റും കൂടെ ഉണ്ട്. ഇതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, സീമൻ. ദ യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ് ഈസ് സീമൻ. അതിന്റെ സിമ്പിൾ ആണ് S. ഇത്രയേ ഉള്ളൂ. കണ്ടക്ടൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇതാണ്. അപ്പൊ ഒന്നുമില്ല, റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ഈസ് കോൾഡ് കണ്ടക്ടൻസ്. അതിന്റെ യൂണിറ്റും കൂടെ ഒന്ന് നോക്കുക. ഇനി ഇതുപോലെ നമ്മൾ പഠിച്ച മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണല്ലോ റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ സിമ്പിൾ ആണ് റോ. അതെന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിന്റെ യൂണിറ്റ് ആണ് ഓം മീറ്റർ. ഇനി റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ, അതിന്റെ പേരാണ് കണ്ടക്ടിവിറ്റി. സിഗ്മ എന്ന സിമ്പിൾ കൊണ്ടാണ് ഇത് നമുക്ക് പഠിക്കേണ്ടതാണ്. വളരെ ശ്രദ്ധിച്ച് നോക്കുക. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലിന്റെ പേരാണ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ആണ് സിഗ്മ. അപ്പൊ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കും? ഓം മീറ്ററിനെ തിരിച്ചിട്ടാൽ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്. ഇതിൽ ഓം ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടൻസിന്റെ യൂണിറ്റ് ആണ് ഓം ഇൻവേഴ്സ്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? സീമൻ. അപ്പൊ സീമൻ മീറ്റർ റൈസ് ടു -1. അതായത് ഓം റൈസ് ടു -1നെയാണ് നമ്മൾ മോ അല്ലെങ്കിൽ സീമൻ എന്ന് പറയുന്നത്. അപ്പൊ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് സീമൻ പെർ മീറ്റർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാം നോട്ട്സ്, ആവശ്യമുള്ള പോയിന്റ്സ് എല്ലാം എഴുതിയെടുക്കുക, പഠിക്കുക. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇനി നോക്കേണ്ടത്. ഇപ്പൊ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റീസിന്റെ പേരൊക്കെ പരിചയപ്പെട്ടെന്നുള്ളേ ഉള്ളൂ. അപ്പൊ നമ്മൾ പഠിച്ചത് ഇലക്ട്രിസിറ്റി എന്താണ്, 2 ടൈപ്പ് ഇലക്ട്രിസിറ്റി. അതിൽ കറണ്ട് ഇലക്ട്രിസിറ്റിയെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇലക്ട്രോ ഡൈനാമിക്സ്, മറ്റത് ഇലക്ട്രോ സ്റ്റാറ്റിക്സ് ആണ്. റെസ്റ്റിലിരിക്കുന്ന ചാർജിന്റെ കേസിൽ കറണ്ട് എന്താന്ന് പഠിച്ചു, കറണ്ടിന്റെ യൂണിറ്റ് പഠിച്ചു, കറണ്ട് ഡെൻസിറ്റി എന്തെന്ന് മനസ്സിലാക്കി, കറണ്ട് ഡെൻസിറ്റി വെക്റ്റർ ആണെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് പ്രധാനപ്പെട്ട ഓംസ് ലോ എന്ന കോൺസെപ്റ്റ് ആണ്. അവിടെ നിന്ന് റെസിസ്റ്റൻസ്, അതുപോലെ റെസിസ്റ്റിവിറ്റി, കണ്ടക്ടൻസ്, കണ്ടക്ടിവിറ്റി, ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.